മക്കരപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ വികസന പാതയിൽ വിവേചനമില്ലാതെ നിലപാടിലുറച്ച ജൈത്രയാത്രയുടെ 5 വർഷക്കാലം. മക്കരപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് രൂപം കൊണ്ടത് 1979 പഞ്ചായത്തിൻ്റെ പ്രഥമ പ്രസിഡന്റ് മഹാനായ KKS തങ്ങൾ അവറുകളായിരുന്നു. കേരള സംസ്ഥാനത്തിലെ ഏറ്റവും ചെറിയ പഞ്ചായത്തായ മക്കരപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളിലൂടെ പ്രശംസ നേടിയെടുത്താണ് മുന്നോട്ട് ഗമിച്ചത്. ഒത്തിരി പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചിട്ടുണ്ട്. ഏറനാടിൻ്റെ പോരാട്ടവീര്യവും വള്ളുവനാടിൻ്റെ എളിമയും തൊട്ടറിഞ്ഞ് ഈ മനോഹര നാട് സ്നേഹസൗഹൃദങ്ങൾക്ക് വാനോളം വില കൽപ്പിക്കുന്ന സുന്ദരമായ മണ്ണാണ്. ഡിസംബറിൽ നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ് മക്കരപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പുതിയ ഒരു ഭരണസമിതിയെ വരവേറ്റത്. കോയ സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഭരണസമിതി രൂപം കൊണ്ടപ്പോൾ പഞ്ചായത്തിൻ്റെ ഭാവി കൂടുതൽ പ്രതീക്ഷകളിൽ തെളിഞ്ഞു നിന്നു. ഭരണസമിതിയുടെ ആദ്യഘട്ടങ്ങളിൽ സുഹറാബി കാവുങ്ങലാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചത്. കോയ സാഹിബിൻ്റെ അകാലത്തിൽ വന്ന വേർപാട് നമ്മെ ഏവരെയും കണ്ണീരിലാഴ്ത്തി. തുടർന്ന് സുഹറാബി കാവുങ്ങൽ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുകയായിരുന്നു. വൈസ് പ്രസിഡന്റായി അറക്കൽ റാബിയയും നിലവിൽ വന്നു. തുടർന്ന് 2ാം വാർഡ് മെമ്പറായിരുന്ന തയ്യിൽ അഷ്റഫിൻ്റെ നിര്യാണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നഉമാൻ ഷിബിലി ചോലക്കൽ തെരഞ്ഞെടുക്കപ്പെടുകയും പിന്നീട് 2024 നിലവിൽ വന്ന ഭരണസമിതി മാറ്റത്തിൽ നഉമാൻ ഷിബിലി മാസ്റ്റർ പ്രസിഡന്റാവുകയും സുഹറാബി കാവുങ്ങൽ വൈസ് പ്രസിഡന്റായി കൂടുതൽ ഊർജ്ജസ്വലതയോടെ ഭരണസമിതി വികസന പാതയിൽ മുന്നോട്ട് നീങ്ങുകയും ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന വിവിധ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, മക്കരപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ 2021-25 കാലയളവിലുള്ള ഭരണസമിതി അംഗങ്ങളാണ് ഞങ്ങൾ. ഈ ഒരു 5 വർഷക്കാലത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ, മാതൃകാപരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം, നല്ല ഹൈടെക് അംഗനവാടികൾ 4 അംഗനവാടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിലൊക്കെ 5 ഭരണസമിതിയുടെ ഒരു ദീർഘകാല സ്വപ്നമായിരുന്നു പഞ്ചായത്ത് ഓഫീസ് എന്ന ഒരു വലിയൊരു സംഭവം. അതിൻ്റെ ഒരു പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി വെക്കാൻ കഴിഞ്ഞു എന്നത് ഈ ഭരണസമിതിയുടെ നേട്ടങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാന നേട്ടമായി തന്നെയാണ് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെയാണ് മറ്റ് വികസന പ്രവർത്തനങ്ങൾ, കുടിവെള്ള പദ്ധതികൾ, പ്രധാനപ്പെട്ട ഗ്രാമീണ റോഡുകളൊക്കെ ഈ ഒരു കാലത്ത് ചെയ്തു തീർക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വരുന്ന ഭരണസമിതിക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ സകലമാന മേഖലകളിലും വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക, ആരോഗ്യ, കാർഷിക രംഗങ്ങളിലും വൻ കുതിച്ചുചാട്ടം നടത്താനും വികസന വിപ്ലവം തീർക്കാനും നഉമാൻ ഷിബിലിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് സാധിച്ചു.
പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നന്മകൾ നേരുന്നു. മക്കരപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് 2021-25 ഭരണസമിതിയുടെ കാലാവധി പൂർത്തീകരിക്കുകയാണ്. മക്കരപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലെ റോഡുകളും വഴികളും അതുപോലെ തന്നെ കൺവേർട്ടുകളും മറ്റു വികസന പ്രവർത്തനങ്ങളും ഒരുപാട് നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിലെ കർഷകർക്കും മറ്റു പൊതുജനങ്ങൾക്കുമൊക്കെ ഉപകാരപ്രദമായ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചു. മുട്ടക്കോഴി വിതരണം പോലെ, നമ്മുടെ ജൈവവളങ്ങൾ നൽകുന്നത് പോലെ, വിത്തുകൾ നൽകുന്നത് പോലെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ കാർഷിക ഉൽപാദന മേഖലകളിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്കും സ്ത്രീകൾക്കും ഉപകാരപ്രദമാകുന്ന പരിപാടികളും സംഘടിപ്പിക്കാൻ സാധിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി ബാലസൗഹൃദ പരിപാടികളും സ്ത്രീകൾക്ക് വേണ്ടി സ്വയം സംരംഭകത്വ പരിശീലന പരിപാടികളും തുടങ്ങി ഒരുപാട് പ്രവർത്തനങ്ങൾ ആ മേഖലയിൽ നടത്താൻ സാധിച്ചു. യുവജനങ്ങൾക്കു വേണ്ടി തൊഴിൽ മേളകൾ സംഘടിപ്പിക്കാനും അതുപോലെ തന്നെ വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും ഉപകാരപ്രദമാകുന്ന പല പരിപാടികളും സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടും വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണവും അതുപോലെ തന്നെ നമ്മൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ട സ്കോളർഷിപ്പും അവരുടെ ഉല്ലാസത്തിന് വേണ്ടിയുള്ള യാത്രകളും ബഡ്സ് സ്കൂളിലൂടെ അവർക്ക് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായതും ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യം നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൻ്റെ നിർമ്മാണം തന്നെയാണ്. ഒരുപാട് കാലങ്ങളായി നമ്മൾ ആഗ്രഹിക്കുന്ന പഞ്ചായത്ത് ഓഫീസിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അത് വലിയ അഭിമാനകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മാലിന്യമുക്ത പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഹരിതകർമ്മസേന നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒന്നും കൂടി നമുക്കത് ബലപ്പെടുത്തുന്നതിന് വേണ്ടി MCF തുടങ്ങുന്നതിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കാൻ സാധിച്ചതും, നമ്മുടെ പഞ്ചായത്തിലെ 4 അംഗനവാടികൾക്ക് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ സാധിച്ചതും, നമ്മുടെ വടക്കാങ്ങര സബ് സെൻറ്റർ തുടങ്ങാൻ സാധിച്ചതും, അതിൻ്റെ കെട്ടിടം നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചതും, നമ്മുടെ ഹെൽത്ത് സെൻ്ററിന് പുതിയ ഒരു കെട്ടിടം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ സാധിച്ചതുമൊക്കെ ഏറെ അഭിമാനവും സന്തോഷവും ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ കുട്ടികളുടെ വായനാ വൈഭവം വളർത്തുന്നതിന് വേണ്ടി ലൈബ്രറികളിലേക്ക് പുസ്തകങ്ങൾ നൽകലും ഈ ആധുനിക കാലഘട്ടത്തിലെ ലോകത്തിലേക്ക് പിച്ചവെച്ച് വെക്കുന്നതിന് വേണ്ടി അവരുടെ ലാപ്ടോപ്പുകളും ബെഞ്ചും ഡെസ്കുകളും അതുപോലെ തന്നെ അവരുടെ ശാരീരിക മാനസിക ഉല്ലാസത്തിന് വേണ്ടി കരാട്ട പരിശീലനം അടക്കമുള്ള പ്രവർത്തനങ്ങളും ഈ ഭരണസമിതിക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യുവജനങ്ങൾക്കായി കേരളോത്സവം വളരെ ഗംഭീരമായ രീതിയിൽ നടത്താനും ക്ലബ്ബുകൾക്കൊക്കെ അവരുടെ ക്ലബ്ബുകൾക്ക് ആവശ്യമായിട്ടുള്ള സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്യുവാനും യുവാക്കൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ജീവകാരുണ്യ സന്നദ്ധ പ്രവർത്തന മേഖലകളിലേക്ക് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അവരെ പങ്കാളികളാക്കൽ, ഇത്തരത്തിലൊക്കെ യുവാക്കൾക്ക് വേണ്ടി ചെയ്യാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും തെരുവിളക്കുകൾ സ്ഥാപിക്കാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. 3 ഘട്ടമായി പുതിയ തെരുവിളക്കുകൾ സ്ഥാപിക്കാനും അതിൻ്റെയൊക്കെ റിപ്പയറിംഗ് നടത്താനും ഈ ഭരണസമിതിക്ക് സാധിച്ചു. അതുപോലെ തന്നെയാണ് MLAയുടെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ഒക്കെ സഹകരണത്തോടു കൂടി മിനിമാസ് ലൈറ്റുകൾ സ്ഥാപിക്കാനും ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്ത് ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഭരണസമിതിയിലെ ഓരോ അംഗങ്ങളും പ്രവർത്തിച്ചതിൻ്റെ ഫലമായി നമുക്ക് നമ്മുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. വാക്സിനേഷൻ അടക്കമുള്ള അതുപോലെ തന്നെ നമ്മളുടെ ഷെൽട്ടർ അടക്കമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നടത്താൻ ആ സമയത്ത് സാധിച്ചിട്ടുണ്ട്. റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പുതിയ റോഡുകൾ തുടങ്ങാനും അതുപോലെ തന്നെ പഴയ റോഡുകളുടെ റിപ്പയറിംഗ് വർക്ക് നടത്തി ഗതാഗത യോഗ്യമാക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ പഞ്ചായത്തിലെ SC ഉന്നതികളിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ, അവരുടെ ഉന്നമനത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും അതുപോലെ തന്നെ ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകളുമൊക്കെ നൽകി അവരുടെ ജീവിത നിലവാരവും അവരുടെ പഠന നിലവാരവും ഒക്കെ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള വേണ്ട പ്രവർത്തനങ്ങൾ നടത്തി ഗ്രാമപഞ്ചായത്തിൻ്റെ പുരോഗതിക്കും ജനങ്ങളുടെ ക്ഷേമത്തിനുമായി ചെറുതും വലുതുമായ നിരവധി പദ്ധതികൾ നടപ്പിലാക്കാൻ ഈ ഭരണസമിതിക്ക് ഇതിനകം സാധിച്ചു. കൂട്ടായ പരിശ്രമവും ശക്തമായ ഭരണചിന്തയും കൊണ്ടാണ് ഈ ഭരണസമിതി ജനമനസ്സുകളിൽ ഇടം നേടിയത്. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് കഴിയാവുന്നതിലും അപ്പുറമുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ഈ ഭരണസമിതിയുടെ കാലയളവ്
പൂർത്തിയാക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച് പഞ്ചായത്ത് മെമ്പർമാർക്കും ഇംപ്ലിമെൻ്റ് ഓഫീസർമാർക്കും പഞ്ചായത്ത് ഉദ്യോഗസ്ഥർക്കും പൊതുജനങ്ങൾക്കും ഭരണസമിതിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. പഞ്ചായത്തിലേക്ക് വലിയ വികസന പദ്ധതികൾ എത്തിക്കുന്നതിനായി സജീവ പിന്തുണ നൽകിയ ബഹുമാനപ്പെട്ട പാർലമെന്റേറിയൻ പ്രിയപ്പെട്ട ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബ്, മഞ്ഞളാംകുഴി അലി MLA, മലപ്പുറം ജില്ലാ പഞ്ചായത്ത്, മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് സാരഥികൾ എന്നിവർക്ക് പ്രത്യേകം നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 2021-25 ഭരണസമിതിയുടെ കാലാവധി ഇവിടെ പൂർത്തീകരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ അഭിമാനകരമായും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ പുതിയ ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ. അതിൻ്റെ ഏകദേശ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. വരുന്ന ഭരണസമിതികൾക്കും ജനങ്ങൾക്കൊക്കെ അത് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അത് മാറുമെന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. അതുപോലെ ഇനിയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പലതും തുടങ്ങി വെച്ചിട്ടുണ്ട്. ആ തുടക്കം എന്ന നിലയ്ക്ക് ചൈൽഡ് റിസോഴ്സ് സെൻ്ററും അതുപോലെ തന്നെ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ പുതിയ നിർമ്മാണവും അങ്ങനെ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവും. വരുന്ന ഒരു തലമുറയ്ക്ക്, ഭാവി ജനതയ്ക്ക് ഇതെന്തായാലും ഉപകാരപ്രദമാവുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്.